ചില ഫാൻസുകാർക്ക് വല്ലാത്ത ഊത്തലും ചൊറിച്ചിലും കടിയൊക്കെയാണ്. ഇത് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ സാധാരണ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ വ്യൂ പോയിന്റിൽ എനിക്ക് എന്ത് ശരിയെന്ന് തോന്നുന്നു അത് മാത്രമേ ചെയ്യാറുള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ചാക്കോച്ചൻ നായകനായിട്ട് എത്തിയ ഉന്മാദം എന്ന സിനിമ കണ്ടു. ഗംഭീര സിനിമ കേട്ടോ, കിടിലൻ സ്ക്രിപ്റ്റ്, ചാക്കോച്ചൻ്റെ തകർപ്പൻ പെർഫോമൻസ്, ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു കിടിലൻ പെർഫോമൻസ്, നല്ല സിനിമയാണെന്നുള്ള ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് കുറേ വെട്ടാവളിയന്മാർ കമൻ്റ് ഇട്ടു. കഴിഞ്ഞ 2 ദിവസത്തേക്ക് മുമ്പാണ് നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന മലയാളത്തിൻ്റെ സ്വന്തം DQ, അല്ലെങ്കിൽ നമ്മുടെ പാൻ ഇന്ത്യൻ സ്റ്റാർ DQവിൻ്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ഐ ആം ഗെയിം. നഹാസ് ഹിദായത്താണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ട്രailer ഇറങ്ങിയായിരുന്നു. ട്രailer എന്ന് പറഞ്ഞാൽ ഒരു ഗംഭീര ട്രailer, കിടിലൻ മേക്കിങ്, ക്വാളിറ്റി, അപാര ക്വാളിറ്റി. ഫെയറാണത് പ്രൊഡക്ഷൻ ചെയ്യുന്നത്. ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാത്ത ഒരു കമ്പനിയാണ് വേഫർ ഇതുവരെ ചെയ്തിട്ടുള്ള സിനിമകൾ അറിയാം. 3 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നമ്മുടെ ദുൽഖർ മലയാളത്തിലൊരു സിനിമ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ദുൽഖറിൻ്റെ മറ്റൊരു സിനിമ, തെലുങ്ക് ചിത്രമായിട്ടുള്ള ശ്രീ അതിൻ്റെ ഒരു ഓഡിയോ സോങ്ങും ലിറിക്കൽ സോങ്ങൊക്കെ ഇറങ്ങിയായിരുന്നു. അപ്പോൾ ഇതെല്ലാം ബേസ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ധനുഷ് മമ്മൂക്ക കോംബോയിൽ ഇറങ്ങുന്ന ഹോം എന്ന് പറയുന്ന സിനിമയുടെ ഒരു സോങ് റിലീസ് ചെയ്തു. അത് നമ്മുടെ ധനുഷിൻ്റെ ബർത്ത്ഡേക്കാണ് ആ ഒരു സോങ് എത്തിയത്. ഏതാണ്ട് 2-3 ദിവസം കൊണ്ട് തന്നെ 15 മില്യൺ വ്യൂവേഴ്സാണ് ആ ഒരു സോങ്ങിന് ലഭിച്ചിരിക്കുന്നത്. ആ സോങ്ങിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മമ്മൂക്കായ കിടിലൻ ലുക്കിലാണ് കേട്ടോ മമ്മൂക്കായുടെ ഒരു വരവ്. ഒരു യെല്ലോ ഷർട്ടൊക്കെ ഇട്ട് കൈയെല്ലാം ഇങ്ങനെ തീർത്ത് വെച്ചിട്ട് കൈകൂപ്പി നിൽക്കുന്നതും, പിന്നെ അല്ലാതെ ഒരു പോസ്റ്റിനകത്ത് ഇങ്ങനെ മമ്മൂക്കായുടെ പടം കാണിച്ചിരിക്കുന്നത്. എനിക്കൊന്ന് സിനിമയിൽ ഒരു പക്ഷേ ചിലപ്പം നമുക്ക് ഒരു പൊളിറ്റിക്കൽ ലീഡറായിട്ടായിരിക്കാം ആ സിനിമയിൽ വരുന്നത്. എന്തായാലും നെഗറ്റീവ് ഷെയ്ഡ് കഥാപാത്രമാണ് മമ്മൂക്ക ആ സിനിമയിൽ ചെയ്യുന്നത്. ധനുഷിൻ്റെ കിടിലൻ ഒരു മേക്ക് ഓവറൊക്കെയാണ് ആ ഒരു സിനിമയ്ക്കകത്ത് കണ്ടത്. അപ്പോൾ ആ വീഡിയോയുടെ താഴെ വന്നിട്ട് കമൻ്റ് ഇട്ട് മെഴുകുന്ന ചില കമൻറ്റോളികളുണ്ട്. സത്യത്തിൽ ഇവന്മാരുടെ ഒരു പ്രസ്റ്റേഷൻ എന്താണെന്നറിയാം. ഈ ഓണം റിലീസായിട്ട് ആദ്യം ഓഗസ്റ്റ് 7-ാം തീയതി തിയേറ്ററിലെത്താൻ പോകുന്നത് ലാലേട്ടൻ്റെ മകൾ വിസ്മയ മോഹൻലാൽ അഭിനയിക്കുന്ന തുടക്കം എന്ന സിനിമയാണ്. അതിനകത്ത് ലാലേട്ടനും പ്രധാനപ്പെട്ട റോളിൽ എത്തുന്നുണ്ട്. അതുപോലെ ആന്റണി പെരുമ്പാവൂരിൻ്റെ മകൻ എത്തുന്നുണ്ട്. പിന്നെ നമ്മുടെ പൃഥ്വിരാജിൻ്റെ സിനിമ ഖലീഫ റിലീസിനായിട്ട് എത്തുന്നുണ്ട്. ഗിരീഷ് ഐഡി സംവിധാനം ചെയ്യുന്ന ബത്ലഹേം കുടുംബ യൂണിറ്റ് ഈ സിനിമയും വരുന്നുണ്ട്. അപ്പം ഇവരുടെ ഫാൻസുകാരെല്ലാം കൂടെയാണ് ഇപ്പം ഇങ്ങനെ കമൻ്റ് ഇട്ടും, അതായത് എന്ത് ട്രailer-ആണ്, 10 പൈസക്ക് കൊള്ളാത്ത സാധനം, നീയൊക്കെ എന്ത് കണ്ടിട്ട് ഇടയിൽ കിടന്ന് കുരയ്ക്കുന്നതെന്നൊക്കെ പറയുന്നത്. സത്യത്തിൽ എന്താണ് ഇവരുടെ പ്രശ്നം? സിനിമ തിയേറ്ററിൽ വരുമ്പോൾ അത് നല്ല സിനിമയാണെന്നുണ്ടെങ്കിൽ അതിനെ വിജയിപ്പിക്കുന്നത് ഇവിടുത്തെ പ്രേക്ഷകരാണ്. ഇപ്പോൾ ഒരു നടൻ്റെ ഫാൻസ് എന്ന് പറയുന്ന കുറച്ച് ആൾക്കാർ മാത്രം കയറിയതുകൊണ്ട് ഒരു സിനിമ വിജയിക്കുമെന്നുള്ള ധാരണയൊന്നും എനിക്കില്ല കേട്ടോ. കാരണം ആ സിനിമ കണ്ടിട്ട് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള കുടുംബ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടാൽ ആ സിനിമ വിജയിക്കും. അതിപ്പോൾ ലാലേട്ടൻ്റെ മകളുടെ സിനിമയ്ക്കെതിരെ ഈ കുറേ വെട്ടാവളിയന്മാർ രംഗത്ത് വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. ഈ ജെൻസി വിപ്ലവം ചെയ്തിട്ടുള്ള പിള്ളേർക്ക് അനുകൂലമായിട്ടൊരു പോസ്റ്റ് ഇട്ടതിനും ആ പെൺകുട്ടിയെ അധിക്ഷേപിക്കാവുന്നതിൻ്റെ മാക്സിമം അധിക്ഷേപിച്ചു. എന്നിട്ടും ആക്ടർ എന്നൊക്കെ പറയുന്ന ലാലേട്ടൻ്റെ ഒരു അക്ഷരം മിണ്ടിയില്ല. ലാലേട്ടൻ്റെ വാലയെ തൂങ്ങി നടന്ന 5-6 സിനിമയായിട്ടുള്ള ഈ മാമനുണ്ടല്ലോ, പഴയ എക്സ് മിലിറ്ററി മാമൻ, ആ മാമൻ വന്നിട്ട് ആ കുട്ടീനെ അധിക്ഷേപിക്കുന്ന തരത്തിലാണ് ഒരു പ്രസ്താവന ഇട്ടത്. എന്നിട്ടും ഈ ലാലേട്ടൻ്റെ ഒരു അക്ഷരം മിണ്ടിയില്ല. പക്ഷേ ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ജനങ്ങൾ ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുത്തു എന്ന് വേണം പറയാൻ. അപ്പോൾ ഇവിടെ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്ക് ഇന്ന നടനോ അല്ലെങ്കിൽ ഇന്ന നടൻ്റെ ഫാൻസ് ഒന്നുമില്ല. നല്ല സിനിമയാണെങ്കിൽ അവർ തിയേറ്ററിൽ കയറും കാണും. തുടക്കം എന്ന സിനിമ തിയേറ്ററിൽ വരുമ്പോൾ ആ സിനിമ നല്ലതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇവിടുത്തെ മലയാളി പ്രേക്ഷകർ ഏറ്റെടുക്കും. അതിനകത്തൊന്നും ഒരു സംശയം വേണ്ട. ഇവിടെ കുറേ വേട്ടാവളിയന്മാർ സിനിമ ബഹിഷ്കരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു വരും. സിനിമകളുടെയൊക്കെ അഭിപ്രായങ്ങൾ നമ്മൾ പറയുമ്പം അതിൻ്റെ താഴെ വന്നിട്ട് രോധനം കൊണ്ട് കുരുപൊട്ടി കമൻ്റ് ഇടുന്ന കമൻ്റോളികളെ നീയൊന്നും അല്ല ഇവിടുത്തെ സിനിമയെ വിജയിപ്പിക്കുന്നത്. ഈ സിനിമ എന്ന് പറയുന്ന ഈ ഒരു കലയെ ഇഷ്ടപ്പെടുന്ന സാധാരണക്കാരായിട്ടുള്ള ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങൾ, അവരാണ് സിനിമ വിജയിപ്പിക്കുന്നത്. അവർ തിയേറ്ററിൽ പോയി കണ്ടാൽ ആ പടം വിജയിക്കും. നല്ലതാണ്. തള്ളിക്കയറ്റുക, ഉന്തിക്കയറ്റുക, അതൊക്കെ ഓരോരുത്തരുടെ ബിസിനസ് തന്ത്രങ്ങളാണ് കേട്ടോ. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ തോളത്ത് പൊക്കി വെച്ചുകൊണ്ട് നടക്കുന്നവർ തന്നെയാണ് ഈ പറയുന്ന ആളുകൾക്കെതിരെ ഒരു പ്രസ്താവന ഇട്ട് കഴിഞ്ഞാൽ അവിടെ വന്നിട്ട് ഇത്തരത്തിൽ അവരെ അങ്ങോട്ട് വളരെ മോശമായി കളയും. ലാലേട്ടനൊക്കെ എന്തൊക്കെയാ പറഞ്ഞത്? എമ്പുരാൻ സിനിമ വന്നപ്പോൾ അല്ലേ ഇതൊക്കെ പറഞ്ഞത്? ആരാണ്? ലാലേട്ടൻ കൂടെ കൊണ്ടു നടക്കുന്ന ആൾക്കാർ തന്നെ ഇത് പറഞ്ഞത്. അപ്പം ഇവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം സിനിമ ചെയ്യണം. ഇവർ പറയുന്നതും ഇവർ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾക്കെതിരെ ഒന്നൊരു അക്ഷരം പോലും മിണ്ടാൻ പാടില്ല. മിണ്ടാതെ ആണും പെണ്ണും കെട്ട ജീവിതം തീർക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊരു അക്ഷരം മിണ്ടത്തില്ല. അവർ സിനിമ കാണും.
എടാ നിന്നെ പോലുള്ള ഊളകളൊന്നും സിനിമയ്ക്ക് വന്നില്ലെങ്കിൽ സിനിമയൊക്കെ വിജയിക്കും. കാരണം നീയൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ തലയ്ക്ക് ബോധമില്ല, വൈകുന്നേരം വരുമ്പോഴത്തേക്ക് വീണ്ടും അബോധാവസ്ഥയിലേക്ക് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞു വന്നത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? കാര്യങ്ങൾ നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഞാൻ വരാം. അപ്പം നിങ്ങളുടെ കമൻറ്റുകൾ മസ്റ്റായിട്ടും കൊടുക്കണം.